ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, "സർ എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് രാവിലെ എണീറ്റാൽ തിരിച്ച് രാത്രി കിടക്കാൻ പോകുന്നവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ തമ്പുരാനിൽ പടച്ചവനിലെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ മടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈവൻ രാവിലെ എണീറ്റാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് സമയം വേസ്റ്റായി കളയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് രാവിലെ എണീറ്റാൽ രാത്രി കിടക്കാൻ പോകുന്ന മുന്നേ വരെ എന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിവതും തലേ ദിവസം നിങ്ങൾ നേരത്തെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ലേറ്റ് ആയിട്ടായിരിക്കും മേ ബി തീരുന്നത്. അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിൽ നമ്മൾ തിരക്കായി പോകും. അപ്പോൾ ഉറങ്ങാൻ വൈകും. നിങ്ങൾ ഉറങ്ങാൻ വൈകുന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും, അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കാനായിട്ട് പറ്റും. രാവിലെ നിങ്ങൾ അലാറം വെച്ചോ അല്ലാതെ എണീക്കുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ ഫസ്റ്റ് ആ കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ട് തന്നെ തമ്പുരാനോട് നന്ദി പറയണം, ദൈവത്തിനോട് നന്ദി പറയണം. ബിക്കോസ് എത്രയോ ആൾക്കാരുടെ അവസാനത്തെ രാത്രിയായിരുന്നു അത്. ബട്ട് തമ്പുരാൻ നമുക്ക് ഒരു ദിവസം കൂടെ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ കൈകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്, കാലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, ഓർമ്മയുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. സോ നന്ദി പറയാം തമ്പുരാനോട്. എന്നിട്ട് നിങ്ങൾ ഫ്രഷപ്പ് ആവുക, പെട്ടെന്ന് പല്ല് തേക്കുക അല്ലെങ്കിൽ മുഖം കഴുകുക, ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് വന്നിരിക്കുക. ശേഷം നിങ്ങൾ 10 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ മെഡിറ്റേഷൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. സോ ധ്യാനം എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഊർജ്ജം മുഴുവനും നമുക്ക് ഒരു മെഡിറ്റേഷനിൽ നിന്ന് കിട്ടും. അന്നത്തെ മുഴുവൻ ദിവസത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം മെഡിറ്റേഷനിലൂടെ കിട്ടും. മനസ്സിനെ ശാന്തമാക്കും, നെഗറ്റീവ് ചിന്തകൾ മാറ്റാൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനായിട്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ ബേസ് ചെയ്തുള്ള നല്ല ചിന്തകൾ അടങ്ങിയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അഫോമേഷൻസ് പറയുക. അത് നിങ്ങൾക്ക് ഒരു കണ്ണാടിയിൽ നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് അഫോമേഷൻസ് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഓൺ ചെയ്ത് ക്യാമറയിൽ നോക്കി നിങ്ങൾക്ക് അഫോമേഷൻസ് പറയാം. കാരണം നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ ബോഡി പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് അത് എത്ര തരത്തിൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പറയുന്നത് ആ ഒരു കണ്ണാടിയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഒപ്പം സെൽഫ് ലവും കൂടെ നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കോൺഫിഡൻസ് കൂടും, പവർ കൂടും. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കണ്ണാടിയിൽ നോക്കി അഫോമേഷൻസ് പറയുമ്പോൾ. പിന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ കഴിയുമെങ്കിൽ രാവിലെ വിളക്കെത്തിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്ന ആ രീതി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനോടോ പ്രപഞ്ചത്തിനോടോ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കുക നന്നായിട്ട്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പരാതികളും പരിഭവങ്ങളും പറയുന്നതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നോട്ടീസ് ചെയ്ത് അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്തായിരിക്കണം നിങ്ങൾ, അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും നിങ്ങൾ പറയേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണോ നോർമലായിട്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ സമയം കണ്ടെത്തുക, നിങ്ങൾ വ്യായാമം ചെയ്യുക. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വ്യായാമം ചെയ്യുക. നന്നായിട്ട് ബോഡി വർക്കൗട്ട് ചെയ്യുക. അത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ഒപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വായന. കഴിയുമെങ്കിൽ ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കുക, മസ്റ്റായിട്ട് വായിക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് വായിക്കുക. ബട്ട് ഞാൻ കൂടുതലും നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ബുക്സ് എന്ന് പറയുമ്പം സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്സ് വായിക്കുക. അപ്പം ബുക്ക് വായിക്കുന്നതോടൊപ്പം നമ്മുടെ സെൽഫിനെ ഡെവലപ്പ് ചെയ്യാനും കൂടെ അത് സഹായിക്കും. അപ്പോൾ പറയും നിങ്ങൾ, "സർ ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്, പറ്റുന്നില്ല. സോ രാവിലെ എണീക്കാൻ തോന്നുന്നില്ല." അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് നിങ്ങൾക്ക് ഇതെല്ലാം സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സപ്പോർട്ട് നൽകുന്നത്. രാവിലെ 5 മണി മുതൽ 5:30 വരെ വാട്ടർ ടെക്നിക്, വിഷ്വലൈസേഷൻ, അഫോമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഷെയർ ചെയ്യുന്നു. മറ്റുള്ള ആൾക്കാർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സഹായിക്കാൻ ഒരാളുണ്ട്. ബട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മാത്രം മതി, ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രം മതി. സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ മാറ്റം വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് കിടക്കുക തന്നെ പറയുക, മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, അഫർമേഷൻ, അതുപോലെ തന്നെ നമ്മൾ പിന്നീട് വരുന്ന എവിടെയാണ് എക്സസൈസ്,
പിന്നെ റീഡിങ്. ഇതിനൊക്കെ ശേഷം നിങ്ങളുടെ ജോലികൾ എന്താണോ അത് ചെയ്യുക. നിങ്ങൾക്ക് ഓഫീസിൽ പോകാനുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്, അതിൽ പോകേണ്ട കാര്യങ്ങളുണ്ടാവും. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഒരു സെറ്റായിട്ട് കാര്യം ഇത്രയും ചെയ്യണം രാവിലെ. എന്നിട്ട് നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾ പോവുക. സോ മാക്സിമം ജോലിയിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക. ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. ആവശ്യമില്ലാത്ത ചിന്താഗതികളിലേക്ക് പോകരുത്. 100% നിങ്ങൾ ചെയ്യുന്ന ജോലി തന്നെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ സമയം കിട്ടുമെങ്കിൽ കിടക്കാൻ പോകുന്ന മുന്നേ അല്പസമയം പ്രാർത്ഥിക്കുക. തമ്പുരാനോട്, നിങ്ങൾ വിശ്വസ്ത ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾ കിടക്കാൻ പോകുന്ന മുന്നേ ഒരുപാട് അഫോർമേഷൻസ്, ഡിഫറെൻറ്റ് അഫോർമേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വലിയൊരു പ്രോഗ്രാം നടത്തേണ്ടതുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്താണോ അത് മനസ്സിൽ നന്നായിട്ട് കണ്ടുകൊണ്ടങ്ങ് കിടന്നങ്ങ് ഉറങ്ങുക. സോ രാത്രി കിടന്നുറങ്ങുമ്പോൾ സബ് കോൺഷ്യസ്ലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് വേഗം നമുക്ക് കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്തു വരുമെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് സിസ്റ്റമാറ്റിക് ഒരു ഡിസിപ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാവും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ട്രൈബ് മാറും, നിങ്ങളുടെ വൈബ്രേഷൻ മാറും. നിങ്ങൾ ചോദിക്കാതെ തന്നെ പ്രപഞ്ചം, ദൈവം നിങ്ങളിലേക്ക് വളരെ വേഗം എന്താ വേണ്ടേ അതെല്ലാം എത്തിച്ചേരും. സോ വീണ്ടും പറയുന്നു, ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം പ്ലീസ്. നിങ്ങൾ റിയലി സക്സസ്ഫുൾ ആവണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ നിങ്ങളെ. നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും ഞാൻ തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.